ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജോത്സ്യൻ വിജയൻകുട്ടു. ഇപ്പോൾ ഇവിടെ പറയുന്നത് മേടമാസത്തെ ഫലമാണ് പറയുന്നത്. മേടമാസത്തിൽ ഏറ്റവും ഗുണം ചെയ്യുന്ന കുറേ രാശികളുണ്ട്. അതിൽ ഏതൊക്കെ രാശികളാണെന്ന് നോക്കാം. ഇടവൻ രാശി, മിഥുനൻ രാശി, കർക്കടകം, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം. ഇടവം, മിഥുനം, കർക്കടകം, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം. അങ്ങനെ 8 രാശികൾക്ക് 8 കൂറുകാർക്ക് മേടമാസത്തിൽ അനുകൂലപരമായിട്ടുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും കിട്ടും. ധനസംബന്ധമായിട്ടുള്ള പുഴക്കങ്ങളുണ്ടാവും. ധനലാഭങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ധന അഭിവൃദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മൂലം അതിൽ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യപ്രാപ്തി കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിലവസരങ്ങൾ നേടി വരുവാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും മറ്റുള്ള പല വഴികളും തെളിയും. ഭവന നിർമ്മാണം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം നല്ല ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന് വേണ്ട ചിട്ടവട്ടങ്ങളായിട്ടുള്ള അതിന് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുവാനുള്ള സാമർഥ്യം മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കുണ്ടാവും എന്ന് തന്നെ പറയാം. അതുകൂടാതെ തന്നെ ഭവന നിർമ്മാണത്തിന് വേണ്ട ചെലവുകൾ മറ്റുള്ളത് അനുഭവിക്കുവാനും ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുവാനും ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ നിൽക്കുവാനും ഭൂമി വാങ്ങിക്കുവാനും വിൽക്കുവാനുമുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കുറേ രാശികൾ എന്ന് വെച്ച് പറഞ്ഞാൽ വൃശ്ചിക രാശിക്കാർക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉചിതപരമായിട്ടുള്ളൊരു ഈ ഉള്ളതിൽ കുറച്ച് കൂടുതൽ വൃശ്ചികം രാശിക്കാർക്കായിരിക്കും കൂടുതലായിട്ടുള്ളത്. അത് കഴിഞ്ഞു പറഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് തുലാരാശിക്കാർക്കായിരിക്കും. തുലാരാശിക്കാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ മേടമാസം ഏകദേശം പകുതി ആകുമ്പോഴേക്കും വ്യാഴവും മാറുന്നുണ്ട്. അതുപോലെ തന്നെ ശനി വളരെ അനുകൂലപരമായിട്ടാണ് നിൽക്കുന്നത്. അതും വളരെ ഗുണകരമായിട്ടുള്ളതാണ് ഇത് കാണുന്നത്. മറ്റുള്ള ഗ്രഹങ്ങൾക്കും അതുപോലെ തന്നെ ചാരവസാൽ മിഥുനൻ രാശിക്കാർക്ക് നോക്കാൻ ചാരവസാൽ സൂര്യ ചാരവസാൽ വളരെ ഗുണാനുഭവങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കുറേ കാലമായിട്ട് 10ൽ നിന്നൊക്കെ ശുക്രനെല്ലാം മാറേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. അത് കാരണം ആ ശുക്രനെല്ലാം മാറുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. കർക്കിടക കൂറുകാർക്കാണെങ്കിൽ ചാരവസാൽ കുറച്ച് മോശമായിരുന്നു. ആ സൂര്യ ചാരവസാലുള്ള ഗ്രഹപ്പിഴകളെല്ലാം മാറി നല്ല അനുകൂലപരമായിട്ടുള്ള ഇത് വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇടവൻ രാശിക്കാർക്കാണ് 2ാം ഭാവത്തിൽ വ്യാഴം മാറുന്നതിൻ്റെയും അതുപോലെ തന്നെ ശനി 11ൽ വന്ന് നിൽക്കുന്നതിൻ്റെ ഗുണാനുഭവങ്ങളും വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള അനുഭവങ്ങളും മറ്റുള്ളതുണ്ടാകും. സിനിമാ മേഖലയിൽ പഠിക്കുന്നവർക്കും സ്വതന്ത്രപരമായിട്ട് അധ്വാനിക്കുന്നവർക്കും സ്വതന്ത്രമായിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ എല്ലാവിധ മേഖലകളിലും എടുത്തു പറയേണ്ട ഓരോരോ മേഖലകൾ എടുത്തു പറയുന്നില്ല, എല്ലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട്. പിന്നെ അത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതിന് വിദേശ സംബന്ധമായിട്ടുള്ള മേഖലകൾ തിരഞ്ഞെടുക്കുന്നവർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു മാസം തന്നെയായിരിക്കും മേടമാസം എന്ന് തന്നെ പറയാം. അതുകാരണം കൊണ്ട് തന്നെ ഈ രാശിക്കാർക്ക് വളരെ ഏറ്റവും ഉചിതപരമായിട്ടുള്ളൊരു ഫലം തന്നെ മേടമാസത്തിൽ അനുകൂലത്തിൽ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വിദേശ സംബന്ധമായിട്ട് ജോലിക്കും അതുപോലെ ജോലി തലപ്പെടുവാനും ധനസംബന്ധമായിട്ടുള്ള നേട്ടങ്ങളും പുതിയ സംരംഭങ്ങൾ തുറക്കം കുറിക്കുവാനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട്. ഇതിൽ കുറേയേറെ രാഷ്ട്രീയക്കാരുകളും അതുപോലെ തന്നെ സിനിമാ മേഖലയിൽ പെട്ടിരിക്കുന്നവർക്കുണ്ടാവും. അവർക്കെല്ലാം ശ്രേഷ്ഠകരമായിട്ടുള്ള അവരവർ അറിയിക്കുന്ന സ്ഥാനമാന പദവികളും അതുപോലെ തന്നെ അവർ ഊഹിക്കുന്ന ലെവലിലുള്ള അർത്ഥഗർഭമായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകളും കൂടുതലായി കാണുന്നുണ്ട്. ധനത്തിൽ യാതൊരുവിധ മുടക്കങ്ങളും വരാതെ ഉള്ള സമയമാണ്. കുടുംബത്തിൽ ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും. മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ബന്ധുവിഗതാദികൾ സന്ദർശിക്കുവാനും പുണ്യസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാനും അല്ലെങ്കിൽ അതിന് അനുകൂലിച്ച് പോകാനുള്ള സാധ്യതകളെല്ലാം ഈ രാശിക്കാർ കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് ഈ രാശിക്കാർക്ക് മേടമാസത്തിൽ വളരെ ഗുണകരമായിട്ടുള്ളൊരു അനുഭവമാണ്. നമസ്കാരം.